നമസ്കാരം. ലോകത്തിലെ പ്രധാന നദികളിൽ ഇന്നു നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോങ്കോ എന്ന നദിയാണ്. നൈൽ നദി കഴിഞ്ഞാൽ ആഫ്രിക്കൻ സംസ്കാരത്തെ വളർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് കോങ്കോ. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള നദിയാണ് ഇത്. ചിലയിടങ്ങളിൽ കോങ്കോ നദിക്ക് 220 മീറ്ററിലധികം ആഴമുണ്ട്. നീളത്തിൽ ആഫ്രിക്കയിൽ 2ാം സ്ഥാനവും ലോക നദികളിൽ 9ാം സ്ഥാനവുമാണ് കോങ്കോ നദിക്ക് ഉള്ളത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സാംബിയ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിക്കടുത്തു നിന്നാണ് കോങ്കോ നദിയുടെ തുടക്കം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ പഴയ പേര് സയർ എന്നാണ്. കോങ്കോ നദിയുടെ തുടക്കം ലുലാബ എന്ന പേരിലാണ് ഈ നദി അവിടെ അറിയപ്പെടുന്നത്. തുടർന്ന് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സാംബിയ, അംഗോള, കാമറൂൺ, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിലൂടെ 4700 കിലോമീറ്റർ നീളത്തിലൊഴുകി അവസാനം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. സയർ എന്നാണ് പണ്ട് കോങ്കോ നദിയുടെ പേര്. ലോകത്തിലെ 2ാമത്തെ വലിയ മഴക്കാടായ കോങ്കോ മഴക്കാടുകളിലൂടെ, പുൽമേടുകളിലൂടെ ഒക്കെയാണ് കോങ്കോ നദിയുടെ സഞ്ചാരം. ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവിൽ ആമസോണിന് പിന്നിൽ ലോകത്തിൽ 2ാം സ്ഥാനം കോങ്കോ നദിക്കാണുള്ളത്. ഉബാങ്കി, സംഗ, കസൽ എന്നിവയാണ് കോങ്കോ നദിയുടെ പ്രധാനപ്പെട്ട 3 പോഷക നദികൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ ബൊയോമ അടക്കം നിരവധി വെള്ളച്ചാട്ടങ്ങൾ കോങ്കോ നദിയിലുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ ഉള്ളതിനാൽ കോങ്കോയുടെ 1/3 ദൂരം മാത്രമേ സഞ്ചാരയോഗ്യമായിട്ടുള്ളൂ. ഏകദേശം 40 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് കോങ്കോ നദീതടത്തിൻ്റെ വിസ്തൃതി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ വിസ്തൃതിയുടെ 13% വരും ഇത്. ആഫ്രിക്കയിലെ ഏറ്റവും ഒഴുക്കുള്ള നദികളിലൊന്നാണ് കോങ്കോ. ഈ നദിയിൽ 40ഓളം ജലവൈദ്യുത പദ്ധതികളാണ് പ്രവർത്തിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻഗ ഡാം. ഈ പദ്ധതി 1970 പൂർത്തിയായത്. കോങ്കോ നദിയെക്കുറിച്ച് 2005 പുറത്തിറങ്ങിയ ചിത്രമാണ് കോങ്കോ റിവർ ബിയോണ്ട് ഡാർക്ക്നെസ്. ഈ ചിത്രം സംവിധാനം ചെയ്തത് ടെറി മൈക്കിൾ ആണ്. കോങ്കോ നദിയെപ്പറ്റി പഠിക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ ചിത്രീകരണം. ഭൂമധ്യരേഖ 2 തവണ മുറിച്ചു കിടക്കുന്ന ലോകത്തിലെ ഒരേ ഒരു നദിയാണ് കോങ്കോ നദി. 1874 കോങ്കോ നദിയുടെ മുഴുനീളൻ യാത്ര നടത്തിയ ഹെൻറി മോർട്ടൺ സ്റ്റാൻലി എന്നയാളാണ് ഈ നദിയിലൂടെ പര്യവേഷണം നടത്തിയ ആദ്യ യൂറോപ്യൻകാരൻ. ഇത് ലോകത്തിലെ പ്രധാനപ്പെട്ട ആഫ്രിക്കൻ സംസ്കാരത്തെ നൈൽ നദി കഴിഞ്ഞാൽ വളർത്തിയെടുത്ത മറ്റൊരു പ്രധാന നദിയായ കോങ്കോ എന്ന നദിയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരണം. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.